കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. ദേശീയപാത കൂരിയാട് പാലം നിർമ്മാണത്തിനായി അച്ഛനൊപ്പം തേഞ്ഞിപ്പലത്തെത്തിയ കാർത്തിക് വീണ്ടും എളമ്പുലാശ്ശേരി സ്കൂളിലേക്ക് കൂട്ടുകാരും അധ്യാപകരും ചേർന്ന് നൽകിയത് ഗംഭീര സ്വീകരണം. 3 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് തിരിച്ചുപോയ കാർത്തികിന്റെ മടങ്ങിവരവ് ആഘോഷമാക്കുകയാണ് സഹപാഠികൾ. ദേശീയപാത നിർമ്മാണത്തിനു വേണ്ടി കുടുംബസമേതം തേഞ്ഞിപ്പലത്തെത്തിയ തെലുങ്കാന സ്വദേശിയായ കാർത്തിക് എളമ്പുലാശ്ശേരി സ്കൂളിൽ 3 വർഷത്തെ പഠനത്തിനു ശേഷം കഴിഞ്ഞ വർഷമാണ് നാട്ടിലേക്ക് തിരിച്ചുപോയത്. ദേശീയപാത നിർമ്മാണ കമ്പനി KNRSലെ തൊഴിലാളിയായ അച്ഛൻ രാംബാബുവിനെ മഹാരാഷ്ട്ര പൂനെയിലെ മറ്റൊരു നിർമ്മാണ പ്രവർത്തനത്തിനു വേണ്ടി കമ്പനി ഏൽപ്പിച്ചതോടെയാണ് കൂട്ടുകാരെ മുഴുവൻ സങ്കടപ്പെടുത്തിക്കൊണ്ട് കാർത്തിക് എളമ്പുലാശ്ശേരി സ്കൂളിൽ നിന്ന് TC വാങ്ങിപ്പോയത്. നിറക്കണ്ണുകളോടെ സ്കൂളിൽ നിന്ന് തിരിച്ചുപോയ കാർത്തിക് വലിയ സങ്കടത്തിലായിരുന്നു. നാട്ടിലേക്ക് പോയ കാർത്തിക് സ്ഥിരമായി അധ്യാപകരെ ഫോണിൽ വിളിക്കുകയും ആത്മബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. ദേശീയപാത കൂരിയാട് റോഡ് തകരുകയും പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടി കാർത്തികിന്റെ അച്ഛൻ രാംബാബുവിനെ KNRS കമ്പനി തിരിച്ചു വിളിക്കുകയും ചെയ്തതോടെയാണ് കാർത്തികിനെയും ഇവിടേക്ക് കൊണ്ടുവന്നത്. കൂട്ടുകാരെ സന്തോഷത്തിലാക്കിക്കൊണ്ടാണ് എളമ്പുലാശ്ശേരി സ്കൂളിലെ 4ാം ക്ലാസ്സിലേക്ക് കാർത്തിക് വീണ്ടും തിരിച്ചു വന്നത്. 3 വർഷം കൊണ്ട് അധ്യാപകരുടെയും കൂട്ടുകാരുടെയും കണ്ണിലുണ്ണിയായി മാറിയ കാർത്തികിന് ഗംഭീര സ്വീകരണമാണ് സ്കൂളിൽ ഒരുക്കിയത്. തെലുങ്കാന ആത്മകൂർ മണ്ഡലം സ്വദേശിയായ കാർത്തിക് എളമ്പുലാശ്ശേരി സ്കൂളിലെ 3 വർഷത്തെ പഠനം കൊണ്ട് മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചിരുന്നു. കാർത്തികിനെ മുഖ്യ കഥാപാത്രമാക്കി ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ വിളിച്ചോതുന്ന ടെലിഫിലിമും തയ്യാറാക്കിയിരുന്നു. അച്ഛൻ രാംബാബു, അമ്മ സുകന്യ എന്നിവരോടൊപ്പം തിരികെ സ്കൂളിലെത്തിയ കാർത്തികിനെ സ്കൂൾ മാനേജർ M മോഹനകൃഷ്ണൻ, ഹെഡ്മിസ്ട്രസ് K ജയശ്രീ, P മുഹമ്മദ് ഹസൻ, EN ശ്രീജ, M അഖിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്.